പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം കേരളത്തിലെ BJPയെ രണ്ടായി പിളർക്കുമെന്നും കേരളത്തിലെ BJPയെ തകർത്ത് തരിപ്പണമാക്കുമെന്നും പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തപ്പോൾ താഴെ വന്ന കമൻറ്റുകൾ സംഘപരിവാറിൻ്റെ കമൻറ്റുകൾ അങ്ങനെയല്ലായിരുന്നു. തെറി വിളിച്ചുകൊണ്ടൊക്കെ കമൻറ്റുകൾ വന്നു. മറ്റ് പാർട്ടികൾ വിട്ട് BJPയിലെത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ BJPയിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. NDA അതായത് BJP നേതൃത്വം നൽകുന്ന NDAയുടെ കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാലാണ് നടത്തിയത്. പത്മജ വേണുഗോപാലിനെ അത് ഏൽപ്പിച്ചതിൽ പരസ്യമായി പ്രതിഷേധിച്ച് BJP ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡൻറ്റുമായ CK പത്മനാഭൻ രംഗത്തെത്തി. കാസർഗോഡ് ടൗൺ ഹാളിലെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത് CKയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പത്മജയെ ആയിരുന്നു. പത്മജ നിലവിളക്ക് കൊളുത്തിയപ്പോൾ പ്രതിഷേധ സൂചകമായി CK പത്മനാഭൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റതുമില്ല. പത്മജയുടെ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വേദി വിടുകയും ചെയ്തു. ചടങ്ങിൻ്റെ ഉദ്ഘാടകനാണ് എന്ന് പറഞ്ഞാണ് പത്മനാഭനെ ആദ്യം ക്ഷണിച്ചിരുന്നതെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു. വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ML അശ്വനി, ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി, സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത്, സംസ്ഥാന സമിതി അംഗം നാരായണ ഭട്ട്, മേഖലാ ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ ഷെട്ടി, ദേശീയ കൗൺസിൽ അംഗങ്ങളായ പ്രമീള C നായിക്, M സഞ്ജീവ റെഡ്ഡി, BDJS ജില്ലാ പ്രസിഡന്റ് ഗണേശ് പറക്കട്ട തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം വിളക്കിനരികെ എത്തിയെങ്കിലും പത്മനാഭൻ മാത്രം വിളക്കിനരികെ എത്തിയില്ല. നേരത്തെ ഉദ്ഘാടകനെന്ന് അറിയിച്ച ശേഷം മാറ്റിയതിൽ തനിക്ക് അതൃപ്തിയുള്ള കാര്യം അദ്ദേഹം ചിലരോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. BJP എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോക്കോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും CK പത്മനാഭൻ പിന്നീട് പ്രതികരിച്ചു. ഇവിടെ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ പാർട്ടി വിട്ട് വരുന്നത്. പാർട്ടി വിട്ട് BJPയിലേക്ക് വരുന്നവർക്ക് അധികാര മോഹമാണ്. മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ശേഷം BJPയിലേക്ക് വരുന്നത് നല്ല പ്രവണതയല്ല. ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്തു സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കണമെന്നും CK പത്മനാഭൻ പറഞ്ഞു. പാർട്ടി ഒന്നുമല്ലാതായപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ട്. CK പത്മനാഭൻ അത് തുറന്നടിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഉദ്ഘാടകനായി തീരുമാനിച്ചത് CK പത്മനാഭനെയാണ്. പക്ഷേ ഉദ്ഘാടകയായി വന്നത് പത്മജ വേണുഗോപാലായിരുന്നു. വിളക്ക് കൊളുത്തിയപ്പോൾ CK പത്മനാഭൻ പത്മജ വേണുഗോപാലിൻ്റെ വിളക്ക് കൊളുത്തൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. BJP തമ്മിൽ തല്ലുകയാണ്. ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, പത്മജ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ BJPയിൽ നിന്ന് കൂട്ടരാജി ഉണ്ടാകുമെന്ന്. കൂട്ടരാജി വെച്ച് BJP നേതാക്കൾ CPMലേക്ക് LDFിലേക്ക് ചേക്കേറുമെന്ന്. അതിൻ്റെ ആദ്യത്തെ നിരയാണോ, ആദ്യത്തെ നേതാവാണോ CK പത്മനാഭൻ? ചോദ്യങ്ങൾ അവശേഷിക്കുന്നു.